പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, അദ്ദേഹം ഒരു ഹിറ്റ് ഡയറക്ടറായി ഡയറക്ടറായ ശേഷം കുറേ സിനിമകൾ മധുസാറിനെ വെച്ച് പി ചന്ദ്രകുമാർ മധു കൂട്ടുകെട്ടിൽ കുറേ സിനിമകൾ ഇറങ്ങിയപ്പോൾ അന്ന് കുറേ വിമർശനങ്ങളൊക്കെ അന്നത്തെ ഒരു എന്താ പറയുക, ഏതൊരു മാഗസീനിൽ അന്നുണ്ടായിരുന്ന ഏതൊരു മാഗസീനിൽ മധുകുമാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട്, അതായത് പി ചന്ദ്രകുമാർ എന്നുള്ള സംവിധായകനെ കളിയാക്കിയിട്ടാണ് വിളിച്ചത് മധുകുമാർ. അതായത് പി ചന്ദ്രകുമാർ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ മധുവാണ് അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്, പി ചന്ദ്രകുമാർ വെറുതെ പേരിനൊരു ഡയറക്ടർ മാത്രമാണ് എന്ന രീതിയിൽ കളിയാക്കിയപ്പോൾ എയർ ഹോസ്റ്റസ് എന്ന് പറയുന്ന ഒരു സിനിമ മധുസാറിനെ വെച്ച് പി ചന്ദ്രകുമാർ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചത് മധുസാർ പറഞ്ഞത് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നില്ല. ഒന്ന്, എന്നെക്കാട്ടും നന്നായിട്ട് ആ ഒരു ബിസിനസ്സുകാരൻ്റെ ലുക്ക് ഉള്ളത് പ്രേം നസീറിനാണ്, അതുകൊണ്ട് ഇത് പ്രേം നസീറിനെ വെച്ച് ചെയ്യണം. പിന്നെ ഒന്ന്, ഓൾറെഡി ചന്ദ്രകുമാർ വെറും ഒരു ഡമ്മി സംവിധായകനാണെന്ന് ഒരു പേര് ഇൻഡസ്ട്രിയിലുണ്ട്, ആളുകൾ കളിയാക്കുന്നുണ്ട്, അത് പാടില്ല. മധു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാതെ ചന്ദ്രകുമാർ ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്ത് പ്രൂവ് ചെയ്ത് ഒരു ഡയറക്ടറായി പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മധു സാർ തന്നെയാണ് നസീർ സാറിനെ അദ്ദേഹത്തിന് സംവിധായകന് സജസ്റ്റ് ചെയ്യണതും. അങ്ങനെയാണ് എയർ ഹോസ്റ്റസ് എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. പിന്നീട് പ്രേം നസീറിനെ വെച്ച് പി ചന്ദ്രകുമാർ വേറെ സിനിമകൾ ചെയ്തു. അതുവരെ അദ്ദേഹം മധു സാറിനെ വെച്ച് സിനിമകൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി മധു സാറിനെക്കാട്ട് താഴ്ന്ന, അല്ലെങ്കിൽ ആ ഒരു രണ്ടാം നിരയിലുള്ള നടന്മാരെ, നസീർ സാറിനെ പോലെ, നസീർ അന്ന് ടോപ്പാണ്, അദ്ദേഹത്തെ വെച്ച് സിനിമകൾ അന്ന് ചെയ്തിരുന്നില്ല. പക്ഷേ അങ്ങനെ മധു സാർ കാരണമാണ് സംഭവിച്ചത്.